Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തു നിർത്തിയത്? ഓപ്പറേഷൻ തിയേറ്ററിൽ എടുത്തുകൊണ്ടിരിക്കുന്നേ. ഓപ്പറേഷൻ തിയേറ്ററിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ 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 അതിന്റെ പോളിസി ടു എൻ്റർ ഇൻ ആൻഡ് OT എന്നും പറയുന്നതിന്റെ 4ാമത്തെ പോയിന്റാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓ ശരി. ഓക്കെ, നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ പേജ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ പോളിസി ടു എൻ്റർ ഇൻ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ അവിടെ വരെയാണ് നിർത്തിയത് അല്ലെ. പോളിസി ടു എൻ്റർ ഇൻ ആൻഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു 4 പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് സ്റ്റേറ്റ് ദ എയിം ഓഫ് യൂർ. ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ടാണ് നമുക്ക് ബാക്കിയുള്ള ഭാഗം കണ്ടിന്യൂ ചെയ്യാമേ. പോളിസി ടു എൻ്റർ ഇൻ ആൻ ഓപ്പറേഷൻ തിയേറ്റർ. ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ പോളിസികൾ പാലിച്ചുകൊണ്ടാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്? അതിൽ ഒന്നാമത്തത് പറഞ്ഞത് സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ് ടു OR പേഴ്സണൽ ആൻഡ് ഷോ യുവർ ID. എന്താണ്? അവിടെയുള്ള ജീവനക്കാരായിക്കോട്ടെ അല്ലാത്ത മറ്റുള്ള വിസിറ്റേഴ്സ് ആയിക്കോട്ടെ ഒരാൾക്കും അനുവാദമില്ലാതെ ഒരിക്കലും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടക്കാനായിട്ട് അനുമതിയില്ല അല്ലെ. അപ്പൊ ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആര് കടക്കാൻ അല്ലെങ്കിൽ പ്രവേശിക്കാൻ വന്നാലും അവിടുത്തെ ആ ഒരു ഓപ്പറേഷൻ റൂമുമായി ബന്ധപ്പെട്ട ജീവനക്കാരനോട് എന്തിനാണ് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ അതിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ അതിനുള്ളിലേക്ക് കയറാൻ വന്നിരിക്കുന്നത് എന്ന കാര്യം കൃത്യമായിട്ട് നമ്മുടെ ലക്ഷ്യം അവരോട് പറയുകയും അതുപോലെ തന്നെ ഇപ്പൊ അവിടുത്തെ ജീവനക്കാരാണെങ്കിൽ കൂടി അവരുടെ ID കാർഡൊക്കെ കാണിച്ച് കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് ആ ജീവനക്കാർക്ക് മനസ്സിലായാൽ മാത്രമേ നമ്മൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടത്തിവിടുകയുള്ളൂ. രണ്ടാമത്തത് പറഞ്ഞത് ആർട്ടിഫിഷ്യൽ നെയിൽസ് ഉപയോഗിക്കുന്നവരാവാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എക്സ്റ്റൻഡേഴ്സ് യൂസ് ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ ചിപ്ഡ് ആയിട്ടുള്ള നമ്മുടെ ചിപ്പ് ചെയ്തിട്ടുള്ള നെയിൽ പോളിഷ് മുതലായവയിലൊക്കെ ഒത്തിരി മൈക്രോ ഓർഗാനിസത്തിന് ഒളിച്ചിരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള ആളുകൾ എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഏരിയ കണ്ടാമിനേറ്റഡ് ആക്കാനായിട്ട് ഇതൊക്കെ സാധിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ നെയിൽസോ ചിപ്പ് നെയിൽ പോളിഷോ ഒക്കെ ഇട്ടവരാകുമ്പോൾ അതിൽ മൈക്രോബ്സ് കൂടുതൽ പ്രൊട്ടക്ട് ചെയ്തിരിക്കാനായിട്ട് അതിന് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതിലൊരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും സ്റ്റെറൈൽ ഏരിയ ആണ് അല്ലെ, അണുവിമുക്തമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ ഒരു സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഏരിയയെ കണ്ടാമിനേറ്റഡ് ആവാനായിട്ട് മലിനമാവാനായിട്ട് ഇത് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരമാവധി എന്ത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. മൂന്നാമത് പറഞ്ഞത് റിമൂവ് ഓൾ ജ്വല്ലറി. എല്ലാ ജ്വല്ലറീസും നമ്മൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം അല്ലെ. നാലാമത് പറഞ്ഞത് പുട്ട് ഓൺ സർജിക്കൽ ക്ലോത്ത്സ് ആണ് അല്ലെ. സർജറിയുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങൾ നമുക്ക് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സർജിക്കൽ ക്ലോത്തുകൾ ധരിക്കുക. അപ്പൊ സർജിക്കൽ ക്ലോത്തുകൾ എപ്പോഴും ധരിക്കേണ്ടത് ആ സർജിക്കൽ ഏരിയയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. ഈ 4 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. ക്ലിയർ ആണോ? 4 പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വരുന്നത് cover shoes as per agency policy. Also to cover head caps are used. Surgical mask also as per policy. ഈ പറയുന്ന ഹോസ്പിറ്റൽ പോളിസിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ പാലിക്കേണ്ട പോളിസികൾ അനുസരിച്ച് ഷൂ കവറുകൾ ധരിക്കുക. കണ്ടിട്ടുണ്ടോ? ഷൂ കവറുകൾ ധരിച്ചു പോകുന്ന കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഷൂ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ നമ്മൾ എന്താണ് ഷൂ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട് അവിടുത്തെ ജീവനക്കാര്. അപ്പൊ അവരെന്ത് ചെയ്യും, അവരുടെ ആ ഒരു ഷൂവിൽ നിന്നും നമുക്ക് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ യാതൊരുവിധ മാലിന്യങ്ങളോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി അതിന് മുകളിലൂടെ ഒരു ഷൂ കവർ
അതായത് നമ്മുടെ സാധാരണ ഒരു കവർ, ഒരു നമ്മുടെ എന്താണ് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പേപ്പർ ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ബ്ലൂ കളർ തന്നെയുള്ള എന്താണ് ഒരു കവർ കിട്ടും. നമ്മുടെ ഷൂ ഒക്കെ കവർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഷൂ കവറുകൾ ധരിക്കുക. പിന്നെ എന്താ പറയുന്നത്, ഹെഡ് അല്ലെ, നമ്മുടെ ഹെഡിൽ എന്താണ് യൂസ് ചെയ്യുക, നമ്മള് ക്യാപ്പ് യൂസ് ചെയ്യും അല്ലെ, ക്യാപ്പുകൾ യൂസ് ചെയ്യുക. അതുപോലെ സർജിക്കൽ മാസ്കുകളും ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് perform a surgical hand scrub as per agency policy. Surgical hand scrubs reduce bacterial count on hands before applying sterile gowns. ഇനി എന്താ പറയുന്നത്, നെക്സ്റ്റ് പറഞ്ഞത് പെർഫോമിംഗ് സർജിക്കൽ ഹാൻഡ് സ്ക്രബ്. നമ്മുടെ സർജറി ഒക്കെ ചെയ്യുന്നതിന് മുൻപായിട്ട് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സർജിക്കൽ ഹാൻഡ് സ്ക്രബുകൾ ചെയ്യുന്നുണ്ടോ, ചെയ്യാറുണ്ടോ? എന്തിനു വേണ്ടിയാണ് ഹാൻഡ് സ്ക്രബ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയായിരിക്കാം ഹാൻഡ് സ്ക്രബ് ചെയ്യുന്നത്? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്ത? കേൾക്കുന്നില്ലേ? മിസ് പറയും കേൾക്കുന്നില്ലേ? ബാക്ടീരിയ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ശരിയാണ് അല്ലെ. അപ്പൊ ഇൻഫെക്ഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവർ നമ്മളെ എന്താണ്, നമ്മൾ ഓൾറെഡി ഗ്ലൗസുകൾ ധരിക്കും, അവിടുത്തെ ജീവനക്കാരാണെങ്കിലും ഒക്കെ ധരിക്കുന്നുണ്ട്, മെഡിക്കൽ പ്രൊഫഷണൽസ് ഒക്കെ ധരിക്കും. എന്നാൽ പോലും നമ്മൾ അതിനു മുൻപ് നമ്മുടെ കയ്യിലൂടെയാണ് അല്ലെ, ഹാൻഡ്സിലൂടെയാണ് കൂടുതലും ബാക്ടീരിയാസ് ഒക്കെ നമുക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു സർജറി നടത്തുന്നതിന് മുൻപ് ഇവിടുത്തെ എല്ലാ മെഡിക്കൽ പ്രൊഫഷണൽസും എല്ലാവരും എന്ത് ചെയ്യുന്നു, അണുവിമുക്തമാകുന്നതിന് വേണ്ടി ഹാൻഡ് സ്ക്രബുകൾ കൃത്യമായ പോളിസി പ്രകാരം ചെയ്യുക. സർജിക്കൽ ഹാൻഡ് സ്ക്രബ് റെഡ്യൂസ് ബാക്ടീരിയൽ കൗണ്ട് ഓൺ ഹാൻഡ്സ്. നമ്മുടെ കൈകളിലുള്ള ബാക്ടീരിയയുടെ ഒക്കെ കൗണ്ട് അല്ലെങ്കിൽ എണ്ണത്തെ പരമാവധി കുറയ്ക്കാനായിട്ട് ഈ പറയുന്ന ഹാൻഡ് സ്ക്രബുകൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് വഴി നമുക്ക് സാധിക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റെറൈൽ ആയിട്ടുള്ള അണുവിമുക്തമാക്കിയുള്ള ഗ്ലൗസുകൾ ധരിക്കുകയും ചെയ്യും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നത് ആ ഒരു വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് സെന്റൻസ്, asepsis denotes the absence of disease causing microorganisms. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. asepsis denotes absence of disease causing microorganisms. എന്താണ് ഒരു അസെപ്സിസ് എന്ന് പറഞ്ഞാല്? അണുവിമുക്തമാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതൊരു ടെക്നിക്കാണ്. ഇവിടെ എന്താ ഒരു അസെപ്സിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ? denotes the absence of disease causing microorganisms. എന്തിന്റെ അഭാവമാണ് അവിടെ ഉള്ളത്? അസെപ്സിസ് എന്ന് പറയുമ്പോൾ എന്തിന്റെ അഭാവമാണ്? ആബ്സെൻസ് എന്ന അഭാവം അല്ലെ. എന്തിന്റെ അഭാവമാണ്? രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളുടെ അഭാവം അല്ലെ. രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളുടെ അഭാവം, ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് അസെപ്സിസ് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും നമ്മുടെ ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒരു അസെപ്റ്റിക് ടെക്നിക് അല്ലെങ്കിൽ ഒരു സ്റ്റെറൈൽ ടെക്നിക്കിലൂടെ എപ്പോഴും ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ്, എങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ് ആ? ഡിസീസ് കോസിംഗ്, രോഗമുണ്ടാക്കുന്ന രീതിയിലുള്ള അല്ലെ, രോഗമുണ്ടാക്കുന്ന രീതിയിലുള്ള സൂക്ഷ്മാണുക്കളുടെ അഭാവമായിരിക്കണം ഉണ്ടാവേണ്ടത് അല്ലെ. അബ്സെൻസ് അല്ലേ ഉണ്ടാവേണ്ടത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ? അത് തന്നെ എവിടെ പറയുന്നത് കേട്ടോ. ദ അസെപ്റ്റിക് ടെക്നിക്സ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ടു അവോയ്ഡ് കണ്ടാമിനേഷൻ ഫ്രം ഇൻഫെക്ഷ്യസ് ഏജന്റ്സ് and it is used to keep alive a germ-free environment in the operation room. ഇനി എന്താ ഈ ഒരു അസെപ്റ്റിക് ടെക്നിക് അല്ലെങ്കിൽ ഒരു അണുവിമുക്തമാക്കുന്ന ടെക്നിക് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു രീതി എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? യൂസ് ടു അവോയ്ഡ് കണ്ടാമിനേഷൻ ഫ്രം ഇൻഫെക്ഷ്യസ് ഏജന്റ്സ്. പകർച്ചവ്യാധികളിൽ നിന്നുള്ള കണ്ടാമിനേഷൻ അല്ലെങ്കിൽ മലിനമാക്കൽ തടയുന്നതിന് വേണ്ടി, and is to use to keep alive a germ-free environment in the operating room. നമ്മുടെ ആ ഒരു ഓപ്പറേറ്റിംഗ് റൂം അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഒരു ജേം ഫ്രീ എൻവയോൺമെന്റ് അല്ലെ, ഒരു അണുവിമുക്തമായ അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു അസെപ്റ്റിക് ടെക്നിക് അല്ലെങ്കിൽ അങ്ങനെ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ ആ മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? അവിടെ ആ ഒരു യാതൊരുവിധ ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസും ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ ചെയ്യുന്നത്. അപ്പൊ അസെപ്സിസ് എന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഡിനോട്ട്സ് ദ ആബ്സെൻസ് ഓഫ് എന്താണ്? ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ്. രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളുടെ അഭാവമാണ് അസെപ്സിസ് എന്ന് പറയുന്നത്.
പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. പോളിസി ടു എൻ്റർ ഇൻ ആൻ ഓപ്പറേഷൻ തിയേറ്റർ. നമുക്ക് ജസ്റ്റ് വേഗം ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് വേഗം ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അത് പറഞ്ഞു കേൾക്കുന്നുണ്ടോ? പറയുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ. വായിച്ചു കഴിഞ്ഞോ? കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, നമുക്ക് ജസ്റ്റ് വേഗം ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. അപ്പൊ പോളിസി ടു എൻ്റർ ഇൻ ആൻ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഏതൊരു ഉദ്ദേശത്തിനാണോ നമ്മൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുന്നത്, ആ ഉദ്ദേശം കൃത്യമായിട്ട് ആ OR പേഴ്സണലിനോട് പറഞ്ഞ് അവരുടെ അനുമതി വാങ്ങിയിട്ട് വേണം പ്രവേശിക്കാനായിട്ട് എന്ന് പറഞ്ഞു. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് ആർട്ടിഫിഷ്യൽ നെയിൽസോ എക്സ്റ്റൻഡേഴ്സോ അല്ലെങ്കിൽ ചിപ്പ് നെയിൽ പോളിഷസ് ധരിച്ചിട്ടുള്ള ആളുകള് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഏരിയ കണ്ടാമിനേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക. മൂന്നാമത് പറഞ്ഞത് എല്ലാ ജ്വല്ലറീസും റിമൂവ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറേണ്ടത്. നെക്സ്റ്റ് പറഞ്ഞത് സർജിക്കൽ ക്ലോത്തുകള് ധരിക്കുക. അതുപോലെ നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ? കൃത്യമായ ഷൂ കവറുകൾ ധരിക്കുക, ഹെഡ് ക്യാപ്പുകൾ വെക്കുക, ദെൻ സർജിക്കൽ മാസ്കുകളും യൂസ് ചെയ്യുക. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? സർജറിക്ക് മുൻപായി നമ്മൾ നല്ലൊരു സ്റ്റെറൈൽ ഗ്ലൗസ് ധരിക്കുന്നതിന് മുൻപ് എപ്പോഴും സർജിക്കൽ ഹാൻഡ് സ്ക്രബുകള് നടത്തുക. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? അസെപ്സിസ് എന്ന് പറഞ്ഞാല് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളുടെ അഭാവമാണ്. അപ്പൊ അവിടെ നമ്മുടെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അണുവിമുക്തമാക്കുന്ന ടെക്നിക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു ടെക്നിക്ക് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. ക്ലിയർ ആണോ? പോളിസി ടു എൻ്റർ ഇൻ ആൻ ഓപ്പറേഷൻ തിയേറ്റർ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, നമ്മൾ അടുത്തതിലേക്ക് പോവാണ് കേട്ടോ. ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സർജറി ബീങ് ഡൺ. ഇനി ഓരോ ഓപ്പറേഷൻ തിയേറ്ററും വ്യത്യസ്തമായിരിക്കും അല്ലെ? ഏത് തരത്തിലുള്ള സർജറി ആണോ അവിടെ നടത്തുന്നത് അതിനെ ആശ്രയിച്ചായിരിക്കും ഓരോ ഓപ്പറേഷൻ തിയേറ്ററും സജ്ജമാക്കുന്നത് അല്ലെ? അപ്പൊ ഒരു സർജറിക്ക് വേണ്ടതായിട്ടുള്ള എക്യുപ്മെന്റ്സോ കാര്യങ്ങളോ ആയിരിക്കില്ല മറ്റൊരു സർജറിക്ക് വേണ്ടത് അല്ലെ? അപ്പൊ ഏത് തരത്തിലുള്ള സർജറി ആണോ അവിടെ നടക്കുന്നത് അതിനെ ആശ്രയിച്ചാണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സർജറി. സർജറിക്ക് അനുസരിച്ച് ഓരോ ഓപ്പറേറ്റിംഗ് റൂമുകളും വ്യത്യസ്തമായിരിക്കും. ഇനി പ്രധാനമായിട്ടും നമ്മുടെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ? അപ്പൊ അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഏതൊക്കെ ഉപകരണങ്ങൾ വേണം, എങ്ങനെയായിരിക്കണം അവിടുത്തെ ലൈറ്റിംഗ് സെറ്റപ്പ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, ടേബിൾ എവിടെയായിരിക്കണം ഇടേണ്ടത്, അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് പോയിന്റ്, ദ ഓപ്പറേറ്റിംഗ് ടേബിൾ in the center of the room should be able to rise, lower and tilt in any direction. നമ്മുടെ ആ ഒരു ഓപ്പറേറ്റിംഗ് ടേബിൾ കയറിയിട്ടുണ്ടെങ്കിൽ ഉള്ള ഒരു ഓപ്പറേഷൻ ഒക്കെ നടത്തിയവരാണെങ്കിൽ അറിയാൻ പറ്റും. നമ്മുടെ ഒരു ഓപ്പറേഷൻ ടേബിൾ എവിടെയാണ് ആ ഒരു റൂമിൽ സ്ഥാപിക്കുക? എവിടെയാണ്? ഏതെങ്കിലും ഒരു കോർണറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മൂലയ്ക്കൊക്കെ ആയിരിക്കും? ആണോ? കയറിയിട്ടുള്ളവരാണെങ്കിൽ
എങ്ങനെയാണ് സജ്ജമാക്കിയിട്ടുണ്ടാവുക? സെന്ററിലായിരിക്കും അല്ലെ? സെന്ററിലായിരിക്കും അല്ലെ? നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത് ആ ഒരു ഓപ്പറേറ്റിംഗ് റൂമിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ടേബിൾ, ഓപ്പറേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടേബിൾ എന്ന് പറയുന്നത് സെന്ററിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ആ ഒരു റൂമിന്റെ സെന്ററിൽ മധ്യഭാഗത്തായിരിക്കും പ്ലേസ് ചെയ്യുക. ആൻഡ് ഷുഡ് ബി ഏബിൾ ടു റൈസ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിക്സഡ് ആയിരിക്കും. അവിടെ ഫിക്സഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഒരേ പൊസിഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആണോ? ഒരേ പൊസിഷൻ അല്ല അല്ലെ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേസ് ചെയ്യാൻ പറ്റും, ഉയർത്താൻ പറ്റും അല്ലെ? ചിലപ്പോ ലോവർ ചെയ്യാൻ പറ്റും, നമുക്ക് താഴ്ത്താൻ പറ്റും. അതിന്റെ ഹൈറ്റ് ചിലപ്പോൾ ഉയർത്താൻ പറ്റും, താഴ്ത്താൻ പറ്റും. അത് ചിലപ്പോൾ ടിൽറ്റ് ചെയ്യാൻ, നമുക്ക് ചരിക്കാനൊക്കെ അത് സാധിക്കും. ഇനി ഡയറക്ഷൻ ഏത് ദിശയിലേക്കും ഉയർത്താനോ താഴ്ത്താനോ ചലിക്കാനോ സാധിക്കുന്ന രീതിയിൽ ഒരു റൂമിന്റെ മധ്യഭാഗത്തായിരിക്കും ആ ഓപ്പറേറ്റിംഗ് ടേബിള് സെറ്റ് ചെയ്യുക. രണ്ടാമത്തത് പറയുന്നത് the operating room lamps allow for brilliant illumination without shadows in the case of surgery. ഇനി എന്താണ് നമുക്ക് അറിയാം? ഓപ്പറേഷൻ തിയേറ്റർ ആകുമ്പോ ഒത്തിരി ലൈറ്റ് കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള സെറ്റപ്പുകൾ ചെയ്തിട്ടുണ്ടാകും അല്ലെ? അപ്പൊ ഏതൊരു രീതിയിൽ നോക്കിയാലും നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഉജ്ജ്വലമായ പ്രകാശം നൽകുന്ന രീതിയിലുള്ള ഇലുമിനേഷൻ അല്ലെങ്കിൽ ലൈറ്റിംഗ് അറേഞ്ച്മെന്റുകൾ ആ ഒരു ഓപ്പറേറ്റിംഗ് റൂമില് കൊടുത്തിരിക്കണം. ആൻഡ് വിത്തൗട്ട് ഷാഡോസ് ഇൻ ദ കേസ് ഓഫ് സർജറി. ഇനി എന്താണ്? നമ്മൾ ആ സർജറി ചെയ്യുന്ന സമയത്ത് ഈ ലൈറ്റ് മൂലം ഉണ്ടാവുന്ന ഷാഡോസ് എന്ന് പറഞ്ഞാൽ എന്താ? നിഴലുകൾ അല്ലെ? നിഴലോ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന രീതിയിലായിരിക്കണം ഈ ലൈറ്റുകൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഇല്ലേ, നമ്മുടെ വീടുകളിലൊക്കെ നിഴല് വരാറില്ലേ? നമ്മളെ ലൈറ്റ് ഒക്കെ ഇടുന്ന സമയത്ത് ഓപ്പോസിറ്റ് ചിലപ്പോൾ നീളൊക്കെ അടിക്കാറുണ്ട് അല്ലെ? അങ്ങനെ സർജറി ചെയ്യുന്ന സമയത്ത് അങ്ങനെ നീളുകളോ കാര്യങ്ങളോ വന്നാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ കണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ? അതുകൊണ്ട് തന്നെ ഒരിക്കലും സർജറി ചെയ്യുന്ന സമയത്ത് ഈ ലൈറ്റുകളിൽ നിന്ന് ഷാഡോസ് അല്ലെങ്കിൽ നിഴലോ കാര്യങ്ങളോ വരാത്ത രീതിയിൽ നല്ല ഉജ്ജ്വലമായ പ്രകാശം കിട്ടുന്ന രീതിയിലായിരിക്കണം ആ ഒരു ഓപ്പറേറ്റിംഗ് റൂമിലെ ലാംപ്സ് അല്ലെങ്കിൽ ലൈറ്റുകളെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് patient will be linked to different monitors that keep track of vital signs. These consist of your heart rate and blood pressure. ഇനി ഏതൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാലും നമ്മൾ ചില ഡിഫറെന്റ് മോണിറ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും. പല മോണിറ്റേഴ്സുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യും. പ്രധാനമായിട്ടും നമ്മുടെ ECG, നമ്മുടെ ബ്ലഡ് പ്രഷർ, BP അപ്പാരറ്റസ് മുതലായിട്ടുള്ള കാര്യങ്ങളുമായിട്ട്. എന്തിനു വേണ്ടിയാ? ആ ഒരു സർജറി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അവരുടെ സുപ്രധാനമായിട്ടുള്ള വൈറ്റൽ സൈൻസ് അല്ലെങ്കിൽ സുപ്രധാന അടയാളങ്ങൾ, ഇപ്പൊ നമ്മുടെ ബ്ലഡ് പ്രഷർ എത്രത്തോളം ഉണ്ട്, അതിന് വേരിയേഷൻസ് വരുന്നുണ്ടോ അല്ലെ? നമ്മുടെ ഹാർട്ട് റേറ്റ് എങ്ങനെയാണ്, നോർമൽ ആയിട്ടാണോ പോകുന്നത്, അതിന് വേരിയേഷൻസ് കാണുന്നുണ്ടോ? ഇതൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യണം അല്ലെ? ആ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള മോണിറ്റേഴ്സുമായിട്ട് നമ്മുടെ പേഷ്യൻസിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് എ വെന്റിലേറ്റർ ഓർ ബ്രീത്തിങ് മെഷീൻ സ്റ്റാൻഡ്സ് ക്ലോസ് ടു ദ head of the operating table. If the procedure is done under general anesthesia, a ventilator will be breathed for you in the course of the procedure, moving oxygen, air in and out of your lungs. ഇനി ഒരു വെന്റിലേറ്റർ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടി? ഒരു വെന്റിലേറ്റർ അല്ലെങ്കിൽ ഒരു ബ്രീത്തിങ് മെഷീൻ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടി? വെന്റിലേറ്റർ എന്ന് ചാപ്റ്റർ പഠിച്ചോ? വെന്റിലേറ്റർ പഠിച്ചിരുന്നോ? സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു വെന്റിലേറ്റർ സഹായം വേണം അല്ലെ? അവിടെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തിനാണ് ഒരു വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായി വരുന്നത്? എന്തിനായിരിക്കാം? ബ്രീത്തിങ് മെഷീൻ ആണ് അല്ലെ? എന്താണ്? പ്രധാനമായിട്ടും നമ്മുടെ ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ ഹെഡ് ഏരിയയിലാണ്. അതായത് നമ്മുടെ പേഷ്യൻസ് കിടക്കുന്നതിന്റെ ആ ഹെഡ് ഭാഗത്തായിട്ടായിരിക്കും ഈ വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ടാവുക. അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നമ്മുടെ ജനറൽ ആയിട്ടുള്ള അനസ്തേഷ്യ. ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ എങ്ങനത്തെ അനസ്തേഷ്യയാണ് ചെയ്യുന്നത്? റീജിയണൽ അനസ്തേഷ്യ ചെയ്യാറുണ്ട് അല്ലെ? ആ പർട്ടിക്കുലർ ഏരിയ മാത്രം മരവിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യാറില്ലേ? കൂടുതൽ ഇപ്പൊ അങ്ങനെയല്ലേ അല്ലെ? അതേസമയം നമുക്ക് ജനറൽ ആയിട്ട്, അതായത് നമുക്ക് അങ്ങനെയായിരുന്നു അല്ലെ? ജനറൽ ആയിട്ട് നമ്മള് ഏതൊരു ഏരിയ വന്നാലും നമുക്ക് ഏതൊരു ഏരിയ ഓപ്പറേഷൻ ചെയ്ത് നമ്മൾ മൊത്തത്തിൽ വയ്ക്കാറില്ല.
ഇല്ലേ? നമ്മൾ മൊത്തമായിട്ട് മാറ്റിയല്ലേ ചെയ്യാറ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഓപ്പറേഷൻസും ഇപ്പോഴും ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ജനറൽ അനസ്തേഷ്യക്കാണ് കൂടുതലും ഈ പറയുന്ന വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻസ് ആവശ്യമായി വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ജനറൽ അനസ്തേഷ്യ മൊത്തമായി നമ്മൾ മയക്കി ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറി ആകുമ്പോൾ അവിടെ ഈ വെന്റിലേറ്റർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? ബ്രീത്തിങ്ങിന് വേണ്ടി സഹായിക്കും. ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയോ കാര്യങ്ങളോ ഒക്കെ ഇപ്പൊ ടെൻഷൻ മൂലമാവാം, അല്ലാത്ത രീതിയിലാവാം. നമുക്ക് അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ പല ബുദ്ധിമുട്ടുകളും വരുമ്പോ നമുക്ക് പകരം നമുക്കൊരു സപ്പോർട്ടിനായിട്ട് ബ്രീത്തിങ്ങിന് വേണ്ടി ഒരു സപ്പോർട്ടിനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഈ പറയുന്ന വെന്റിലേറ്റർ അല്ലെങ്കിൽ ഈ ബ്രീത്തിങ് മെഷീനാണ് നമുക്ക് ആവശ്യമായ ഓക്സിജനും എയറും ലങ്സിലേക്കും തിരിച്ച് ലങ്സിൽ നിന്ന് പുറത്തേക്കും പോകാനായിട്ട് സഹായിക്കും. മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നത് ജാം ഫ്രീ ഇൻസ്ട്രുമെന്റ് ടു ബി യൂസ് ഡ്യൂറിങ് സർജറി. സർജറിയുടെ സമയത്ത് എപ്പോഴും എങ്ങനെയുള്ള ഉപകരണങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? എങ്ങനെയുള്ളതാണ്? ജാം ഫ്രീ ആയിരിക്കണം അല്ലെ? എന്താണ്? അണുമുക്തമായതായിരിക്കണം എന്ന് പറയാറില്ലേ? അല്ലെങ്കിൽ യാതൊരുവിധ സൂക്ഷ്മാണുക്കളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അതിൽ നിന്നൊക്കെ മുക്തമായിട്ടുള്ള സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഡയാതെർമി മെഷീൻ കേട്ടിട്ടുണ്ടോ? ഡയാതെർമി മെഷീൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ടു കൺട്രോൾ ബ്ലീഡിങ് യൂഷ്വലി ഈസ് പ്രസന്റ്. ഇനി എന്താ? സർജറി ചെയ്യുന്ന സമയത്തൊക്കെ ചില പേഷ്യൻസിന് ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട് അല്ലെ? കേട്ടിട്ടില്ലേ? നമ്മള് സർജറി സമയത്ത് ബ്ലീഡിങ് ഒക്കെ വന്നു കൂടി പോയിട്ട് സീരിയസ് ആയ കേസുകളൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? എന്താണ് പ്രിപ്പയർ ചെയ്യാതിരിക്കുന്നത്? രാവിലെ ഫസ്റ്റ് തന്നെ കയറിയിട്ട് കേട്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ നമ്മുടെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോ എന്താണ് അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലീഡിംഗ് ഒക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ചിലപ്പോൾ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഏത് മെഷീനാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കാണ്ട് അത് നോട്ട് ചെയ്യണേ. ഡയാതെർമി മെഷീൻ ആണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും ഡയാതെർമി മെഷീൻ എന്താ ചെയ്യുന്നത് ചെയ്യാം? ഇത് ശരിക്കും ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ? രക്തസ്രാവത്തെ തടയുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇപ്പൊ അണുബാധ തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ബ്ലീഡിങ്ങിനെ തടയുന്നതിന് വേണ്ടി നമ്മളൊരു ചൂടായ ഒരു ഉപകരണം, ഈ ഡയാതെർമി മെഷീനിലുള്ളതാണ് കേട്ടോ, ഒരു ചൂടായ ഉപകരണം അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് ആ മുറിവുണ്ടായ സ്ഥലം, എവിടെ നിന്നാണ് ആ ബ്ലീഡിങ് വരുന്നത്, ആ ബ്ലീഡിങ് അല്ലെങ്കിൽ ആ മുറിവുണ്ടായ സ്ഥലത്തെ തൊലിയോ അല്ലെങ്കിൽ മാംസത്തെ എന്ത് ചെയ്യുന്നു? കരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. തൊലിയെ അല്ലെങ്കിൽ മാംസത്തെ കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ തൊലി അല്ലെങ്കിൽ മാംസം കരിക്കുന്നത് കൊണ്ട് തന്നെ ബ്ലീഡിങ്ങിനെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പൂർണ്ണമായിട്ടുമല്ല, ഒരു പരിധി വരെ ചെറിയ ലെവലിലുള്ളത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഒത്തിരി ബ്ലീഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതനുസരിച്ചാണ് മറ്റു പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. ഇവിടെ ഡയാതെർമി മെഷീൻ എന്തിനു വേണ്ടിയാണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് ആ ഒരു മെഷീൻ എന്ന് ചോദിക്കാറില്ല കേട്ടോ. ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്യുന്ന മെഷീൻ ഏതാണ്? ഏത് മെഷീനാണ് യൂസ് ചെയ്യുന്നത്? ഡയാതെർമി മെഷീനാണ് കേട്ടോ. അവിടെ ഡയാതെർമി മെഷീനില് ഒരു ചൂടാക്കുന്ന ഒരു ചൂടായ ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ആ മുറിവിന്റെ അവിടുത്തെ തൊലി അല്ലെങ്കിൽ മാംസത്തെ കരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇഫ് ദ സർജറി റിക്വയർസ് ഇറ്റ് a heart lung machine or the other specialized tool may be brought into the room. ഇനി ഏത് തരത്തിലുള്ള സർജറിയാണോ ആ സർജറിക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്? ഹാർട്ട് ലങ് മെഷീൻ. കേട്ടിട്ടുണ്ടോ? ഹാർട്ട് ലങ് മെഷീൻ. ഹാർട്ട് ലങ് മെഷീൻ വരുന്ന ഏതെങ്കിലും ഒരു മേജർ സർജറി പറയാമോ? കേട്ടിട്ടില്ല. ഓക്കെ, ഹാർട്ട് ലങ് മെഷീൻ പ്രധാനമായിട്ടും ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് കേട്ടോ, കാർഡിയോ പൾമണറി ബൈപ്പാസ് മെഷീൻ എന്ന് വിളിക്കും. കാർഡിയോ പൾമണറി ബൈപ്പാസ് മെഷീൻ എന്ന് വിളിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് ഏതൊരു ഓപ്പറേഷന് വേണ്ടിയിട്ടായിരിക്കും പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്? ഏത് ഓപ്പറേഷന് വേണ്ടിയായിരിക്കും? ഹാർട്ടിന്റെ ബൈപ്പാസ് സർജറീസ് ഒക്കെ പോലെയുള്ള ഓപ്പൺ സർജറീസ്, മേജർ സർജറികളാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പ്രധാനമായിട്ടുള്ള ബൈപ്പാസ് സർജറികൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത് ഒരു മേജർ ഓപ്പൺ സർജറിയാണ് അല്ലെ? അപ്പൊ ആ സർജറി ചെയ്യുന്ന സമയത്ത് താൽക്കാലികമായിട്ട് ആ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് മാത്രം താൽക്കാലികമായിട്ട് നമ്മുടെ ഹാർട്ടിന്റെയും ലങ്സിന്റെയും ഒക്കെ ഫങ്ഷൻസ് ടെമ്പററിലി ചെയ്യാൻ വേണ്ടി ഏത് മെഷീനാണിന്റെ സഹായമാണ് നമ്മൾ യൂസ് ചെയ്യുക? ഏത് മെഷീന്റെ സഹായമാണ്? ഹാർട്ട് ലങ് മെഷീന്റെ സഹായമാണ് തേടുക കേട്ടോ. അപ്പൊ അതിന് വേണം, അപ്പൊ പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു ബൈപ്പാസ് സർജറിയാണ് അവിടെ ചെയ്യുന്നതെങ്കിൽ അവിടെ ഈ ഒരു മെഷീൻ
അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഏത് സർജറി ആണോ ചെയ്യാൻ പോകുന്നത് ആ സർജറിക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള മെഷീൻസും ടൂളുകളും ഒക്കെ ചിലപ്പോ അവിടെ ആ ഒരു ഓപ്പറേഷൻ റൂമില് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് പറയുന്നത് the operating room will likely be cold to reduce bacterial growth. ഇനി എന്താ ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ എപ്പോഴും എങ്ങനെയായിരിക്കണം, കോൾഡ് ടെമ്പറേച്ചർ ആയിരിക്കണം. ബാക്ടീരിയൽ ഗ്രോത്തിനെ കുറയ്ക്കുന്നതിന് വേണ്ടി എപ്പോഴും ഒരു കോൾഡ് ടെമ്പറേച്ചർ ആയിരിക്കണം ഓപ്പറേഷൻ റൂമിൽ ഉണ്ടായിരിക്കേണ്ടത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. സെവൻത് പോയിന്റ്, if the surgery is required എന്നുള്ളതാണോ ആ പോയിന്റ് ആണോ പറയണ്ടേ? ഓക്കെ, ആ പോയിന്റിൽ എന്താ പറയുന്നത്, ഇപ്പൊ സർജറിക്ക് ആവശ്യമാണെങ്കിൽ, അതായത് ഇപ്പൊ ഏത് സർജറി ആണോ ചെയ്യുന്നത് ആ സർജറിക്ക് അനുസരിച്ച്, ഇപ്പൊ ഒരു ബൈപ്പാസ് സർജറി ആണെന്ന് വിചാരിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് മിസ് അത് പറയുന്നത്. ബൈപ്പാസ് സർജറി ആകുമ്പോ അതിന് നിർബന്ധമായിട്ടും നമുക്ക് വേണ്ട ഒരു മെഷീനാണ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് ഹാർട്ട് ലങ് മെഷീൻ എന്ന് പറയുന്നത്. കാരണം എന്താ, ആ ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാൽ വലിയൊരു ഓപ്പൺ സർജറിയാണ്. ആ സർജറി നടക്കുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു സർജറിയിലെ ആ പേഷ്യന്റിന്റെ ഹാർട്ടിന്റെയും ലങ്സിന്റെയും പ്രവർത്തനങ്ങള് താൽക്കാലികമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഏത് മെഷീന്റെ സഹായം ആവശ്യമാണ്? ഈ ഹാർട്ട് ലങ് മെഷീന്റെ സഹായം ആവശ്യമായിട്ട് വരും. അപ്പൊ അതുപോലെ ഏത് തരത്തിലുള്ള സർജറി ആണോ ചെയ്യുന്നത് ആ സർജറിക്ക് ആവശ്യമായ സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടൂൾസോ മെഷീനറീസോ ഒക്കെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ക്ലിയർ ആണോ ആ പോയിന്റ്? ഓക്കെ, നെക്സ്റ്റ് ചെയ്ത പോയിന്റ് പറയുന്നത് ഫസ്റ്റ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്, നമ്മുടെ ആ ഒരു സെന്റർ റൂം, അതായത് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ആ ഒരു റൂമിലെ ഓപ്പറേഷൻ നടത്തുന്ന പ്രധാനമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് റൂം, ആ ഒരു റൂമിന്റെ മധ്യഭാഗത്തായിരിക്കണം ആ ഒരു ഓപ്പറേറ്റിംഗ് ടേബിള് സെറ്റ് ചെയ്യേണ്ടത്. ഇനി ആ ഒരു ടേബിൾ നമുക്ക് എങ്ങനെയായിരിക്കണം, ഏതൊരു ദിശയിലേക്കും നമുക്ക് ഉയർത്താനോ താഴ്ത്താനോ ചരിക്കാനോ കഴിയുന്ന രീതിയിലായിരിക്കണം ആ ടേബിള് സെറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ ശ്രുതി? ഫോർത്ത് പോയിന്റ്. ഫോർത്ത് പോയിന്റിൽ പറയുന്നത് മിസ് ഒന്നുകൂടി ഒന്ന് പറയട്ടെ, ഇതെല്ലാം ഒന്ന് പറഞ്ഞു തരട്ടെ വേഗം. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. കിട്ടാത്തവരുണ്ടെങ്കിൽ ആ പോയിന്റ്സ് ഒക്കെ ഒന്നുകൂടി പറയുന്നുണ്ട്, ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, നമ്മള് ഓപ്പറേഷൻ ടേബിള് എപ്പോഴും ആ ഒരു ഓപ്പറേറ്റിംഗ് റൂമിന്റെ സെന്ററിലായിരിക്കണം, മധ്യഭാഗത്തായിരിക്കണം. പിന്നെ എന്താ, ഏത് സന്ദർഭത്തിലും അല്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും ഏത് ദിശയിലേക്കും നമുക്ക് ഉയർത്താനോ താഴ്ത്താനോ നമുക്ക് ചരിക്കാനോ കഴിയുന്ന രീതിയിലായിരിക്കണം അത് സജ്ജീകരിക്കേണ്ടത്. രണ്ടാമത് പറയുന്നത് ഓപ്പറേറ്റിംഗ് റൂമിലെ ലാംപ്സ് അല്ലെങ്കിൽ വെളിച്ചം അല്ലെങ്കിൽ ബൾബ് ലൈറ്റുകൾ എങ്ങനെയായിരിക്കണം, വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള വളരെ ഉജ്ജ്വലമായ പ്രകാശം നൽകുന്ന രീതിയിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ആൻഡ് വിത്തൗട്ട് ഷാഡോസ്, ഒരിക്കലും സർജറി നടക്കുന്ന സമയത്ത് നിഴലോ കാര്യങ്ങളോ അതിൽ നിന്ന് വരാൻ പാടില്ലാത്ത രീതിയിലായിരിക്കണം സജ്ജീകരിക്കേണ്ടത് എന്ന് പറയുന്നത്. മൂന്നാമത്തത് പറയുന്നത് patient will be linked to different monitors. ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ആ പേഷ്യൻസിന്റെ സുപ്രധാന അടയാളങ്ങൾ, അതായത് അവരുടെ ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും മോണിറ്റർ ചെയ്യാൻ നിരീക്ഷിക്കുന്നതിന് വേണ്ടി പല മോണിറ്റേഴ്സിലേക്ക് ഈ പേഷ്യൻസിനെ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ലിങ്ക് ചെയ്തിരിക്കണം.
നാലാമത് പറയുന്നത് ഒരു വെന്റിലേറ്റർ അല്ലെങ്കിൽ ഒരു ബ്രീത്തിങ് മെഷീൻ നമ്മുടെ ഓപ്പറേഷൻ റൂമിൽ ലഭ്യമായിരിക്കണം. അത് എവിടെയായിരിക്കണം എപ്പോഴും പ്ലേസ് ചെയ്യുന്നത്? ആ ഒരു ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ ഹെഡ് ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ പേഷ്യന്റിന്റെ തല വരുന്ന ഭാഗം എവിടെയാണോ അവിടെ ആയിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയാണ്? ഒരു ജനറൽ അനസ്തേഷ്യ, അതായത് മൊത്തമായിട്ട് നമ്മളെ മയക്കി ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കാര്യങ്ങളൊക്കെ വന്നാല് നമുക്ക് ഉടനടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ ഒരു വെന്റിലേറ്ററിന്റെ സഹായം തേടി ആ ഒരു ബ്രീത്തിങ് നിങ്ങൾക്ക് സുഗമമാക്കി നൽകുന്നതിന് വേണ്ടിയാണ് ആ വെന്റിലേറ്ററിന്റെ ആ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ആ ഒരു ജനറൽ അനസ്തേഷ്യ കൊടുത്ത ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വെന്റിലേറ്റർ ആണ് നമുക്ക് വേണ്ടി ബ്രീത്തിങ്ങിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു തരുന്നത്. എയറും ഓക്സിജനും അകത്തേക്ക് ലങ്സിലേക്ക് കൊടുക്കുകയും തിരിച്ച് പുറത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളും ആ ഒരു ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ അടുത്തുള്ള ഈ വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് ആ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട എല്ലാ ഉപകരണങ്ങളും ജേം ഫ്രീ ആയിരിക്കണം, അല്ലെങ്കിൽ അണുവിമുക്തമാക്കി സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഉപകരണങ്ങൾ മാത്രമേ നമ്മൾ അവിടെ സർജറിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് പറഞ്ഞത് ഒരു ഡയാതെർമിൻ മെഷീൻ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാണ്? ആ ഒരു സർജറി നടക്കുന്ന സമയത്ത് ബ്ലീഡിങ് അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടായാൽ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഡയാതെർമിൻ മെഷീൻ എന്ന് പറയുന്നത്. Then if surgery requires, സർജറിക്ക് ആവശ്യമായി വരികയാണെങ്കിൽ ആ സർജറിക്ക് അനുസരിച്ചുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ്, ഒരു ഹാർട്ട് സർജറി ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹാർട്ട് ലങ് മെഷീൻ പോലെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ് അല്ലെങ്കിൽ മെഷീനറീസ് ആ ഒരു റൂമിൽ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് പറയുന്നത് ആ ഒരു ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത് ഒരു കോൾഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലായിരിക്കണം. അതിലൂടെ നമുക്ക് ബാക്ടീരിയൽ ഗ്രോത്തിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഒരു കോൾഡ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു തണുപ്പ് അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എല്ലാ പോയിന്റ്സും ഓക്കെ ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവാലോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സോണിങ് ദി ഓപ്പറേഷൻ തിയേറ്റർ. ഇനി നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിനെ പല സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് the operation theatre zone is a potential source of hospital infection in general and wound infection in particular. നമ്മുടെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് it's a potential source of hospital infection. Hospital infections ഒക്കെ വരാനായിട്ട് പ്രത്യേകിച്ച് ജനറൽ ആയിട്ട് പൊതുവായിട്ടുള്ള ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ ബൗണ്ട് ഇൻഫെക്ഷൻ അല്ലെ, നമ്മുടെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് പോലെയുള്ള വൗണ്ട് ഇൻഫെക്ഷൻസ് മുതലായിട്ടുള്ളവ വരാനായിട്ട് സാധ്യതയുടെ ഉള്ള ഒരു ഉറവിടമാണ് ശരിക്കും ഒരു ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു റൂം എന്ന് പറയുന്നത്. കാരണം വ്യത്യസ്തമായ സർജറീസ് ആണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ വരാനുള്ളൊരു പൊട്ടൻഷ്യൽ സോഴ്സ് അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു ഉറവിടമാണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു റൂം എന്ന് പറയുന്നത്. ഇനി ഒരു സ്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു റൂമിന്റെ പ്രധാന ഉദ്ദേശം, the suite should be planned with the aim of reducing the risk of hospital infection being brought into the suite. ഇനി ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലെ ഇങ്ങനെയുള്ള റിസ്ക് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസിനെ കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തടയുന്നതിന് വേണ്ടി എന്തൊക്കെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടത്? The suite should be planned with the aim of reducing the risk of hospital infection being brought into the suite. ആ ഒരു സ്യൂട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റൂമിലേക്ക് ഇൻഫെക്ഷൻസ്, അതിൽ നിന്നുള്ള ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസിന്റെ അപകട സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടി, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കേണ്ടത്? അവിടെ ഒരു എപ്പോഴും ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. ആ സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ പാലിക്കേണ്ടതായ ചില ജനറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പൊതു തത്വങ്ങളുണ്ട്. അതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതിലെ ജനറൽ പ്രിൻസിപ്പിൾസിലേക്ക് നോക്കി. ഫസ്റ്റ് വൺ ആണ് ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക്. അതായത് the flow within the optic suite should be kept apart as best as possible. The spaces in the suite have to be arranged in such a way that while moving from
one space to another, there should be a constant progression of cleanliness from entrance of OT suite to the operating room. ഇനി എന്താണ് ഇവിടെ പറയുന്നത്? ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? മീൻസ് ടു മിനിമൈസ് ചെയ്യുക. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു പോളിസിയിൽ അല്ലെ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എല്ലാവരെയും അങ്ങ് കടത്തിവിടോ? ഇല്ല അല്ലെ. അപ്പൊ അവിടെയും എന്താണ്, ഈ ഒരുപാട് പേരെ കടത്തിവിട്ടാൽ എന്താ പ്രശ്നം? എന്തായിരിക്കും പ്രശ്നം? ഒരുപാട് പേര് കടത്തിവിട്ടാല് എന്തായിരിക്കാം? ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെ. അതുപോലെ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഏരിയ കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ് അല്ലെ. അപ്പൊ ഇവിടെ ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടേക്ക് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുന്ന ആളുകളെ എന്ത് ചെയ്യുക? മിനിമൈസ് ചെയ്യുക, കുറയ്ക്കുക. ഒത്തിരി ആളുകളെ നമ്മൾ ഒരിക്കലും ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടത്തി വിടാതിരിക്കുക. വളരെ മിനിമം ആയിട്ട് വളരെ അത്യാവശ്യമുള്ളവരെ മാത്രം എന്ത് ചെയ്യുക? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളെ മാത്രം കടത്തിവിടുക. അതിലൂടെ നമുക്ക് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നന്നായിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അവിടെ എന്താവശ്യത്തിനാണോ വരുന്നത് ആ വ്യക്തികളെ കൃത്യമായിട്ട് അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എന്ത് ചെയ്ത് വിടാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ ആ വരുന്ന ആളുകളുടെ ആ ഒരു തിരക്കിനെ നമുക്ക് നന്നായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കണം. അതാണ് ഇവിടെ ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ എത്രത്തോളം സാധ്യമാവുമോ അതിനനുസരിച്ചുള്ള രീതിയിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുന്ന ആളുകളുടെ ആ ഒരു ഒഴുക്കിനെ നിയന്ത്രിക്കുക. രണ്ടാമത് പറയുന്നത് spaces in the should have to be arranged in such a way that while moving from one space to another, there should be a constant progression of cleanliness from entrance of OT suite to the operating room. അതായത് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്ന എൻട്രൻസ് മുതൽ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നേരെ നമ്മൾ കയറുമ്പോൾ തന്നെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണോ? കയറിയവരാണെങ്കിൽ പരിചയം ഉണ്ടാവും. നേരെ നമ്മൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിന്റെ വാതിൽ മെയിൻ ഡോർ തുറക്കുമ്പോൾ തന്നെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണോ നമ്മൾ കയറാം? ആണോ? കയറിയവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. അല്ല അല്ലെ. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് അതിന് കുറച്ചും കൂടി ബാഗുള്ളിലേക്ക് കയറി പോകുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു എൻട്രൻസ് മുതൽ ഈ ഒരു ഓപ്പറേഷൻ റൂമിലേക്ക് എത്തുന്നത് വരെയുള്ള ഏരിയാസില് എന്തുണ്ടായിരിക്കണം എന്നാ പറഞ്ഞേ? ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഒരു പുരോഗതി. എന്തിലാണ്? വൃത്തിയില് അല്ലെ. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് ഒരാള് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ഒരു എൻട്രൻസ് മുതൽ അയാൾ കടന്നു പോകുന്ന ഓരോ വഴിയിലും ആ ഒരു ക്ലീനിനെസ് അല്ലെങ്കിൽ ആ ഒരു വൃത്തി എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ പുരോഗതി ഉണ്ടായിരിക്കണം. ഒരു ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് വൃത്തിയില്ലാത്ത സ്ഥലത്തേക്കല്ല പോവേണ്ടത്, വൃത്തിയുള്ളിടത്തിൽ നിന്നും അടുത്തൊരു വൃത്തിയുള്ളിടത്തേക്ക് എന്ന രീതിയിലായിരിക്കണം അവിടെ അറേഞ്ച്മെന്റ്സ് നടത്തേണ്ടത്. മനസ്സിലായോ? ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക് എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തത്? ഓക്കെ. Second one ആണ് staff who are working in the operation theatre department should be able to move from one clean area to the other without having to pass through unprotected areas. ഇനി എന്താ പറയുന്നേ? Staff who are working in the operation theatre department. നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാര് അല്ലെ, വർക്ക് ചെയ്യുന്ന ജീവനക്കാര് ഷുഡ് ബി ഏബിൾ ടു മൂവ് ഫ്രം, എങ്ങനെയായിരിക്കണം അവർ അവിടെ മൂവ്മെന്റ് നടത്തേണ്ടത്? ഫ്രം വൺ ക്ലീൻ ഏരിയ ടു അതർ അല്ലെ, ഒരു ക്ലീൻ ആയിട്ടുള്ള വൃത്തിയുള്ള ഇടത്ത് നിന്നും മറ്റൊരു വൃത്തിയുള്ള ഇടത്തേക്ക് ആ രീതിയിലായിരിക്കണം അവരുടെ മൂവ്മെന്റ് വളരേണ്ടത്. ആൻഡ് അതർ വിത്തൗട്ട് ഹാവിംഗ് ടു പാസ് ത്രൂ അൺപ്രൊട്ടക്റ്റഡ് ഏരിയാസ്. ഒരിക്കലും ഒരു വൃത്തിയുള്ളിടത്ത് നിന്നും അൺപ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് സുരക്ഷിതമല്ലാത്ത പ്രദേശം അല്ലെ, ആ ഒരു സുരക്ഷിതമല്ലാത്ത പ്രദേശത്തേക്ക് ഒരിക്കലും പ്രവേശിക്കാൻ പാടില്ല. അതായത് ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ജീവനക്കാര് അവര് വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റില് ഒരിടത്ത് നിന്നും ഒരു വൃത്തിയുള്ളിടത്തായിരുന്നു അവരതെന്ത് ചെയ്തു? അടുത്ത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വൃത്തിയില്ലാത്തൊരു സ്ഥലത്തേക്ക് പോയി തിരിച്ച് വീണ്ടും ഈ വൃത്തിയുള്ള സ്ഥലത്തേക്ക് വരാണെങ്കിൽ എന്താ അവിടെ പ്രശ്നം ഉണ്ടാവുക? എന്തായിരിക്കും അവരുടെ പ്രശ്നം?
എന്തായിരിക്കും പ്രശ്നം ഉണ്ടാവുക? ഇൻഫെക്ഷൻസും കണ്ടാമിനേഷൻ ഒക്കെ കൂടാൻ സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഓരോ ജീവനക്കാരും എങ്ങനെയായിരിക്കണം അവരുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത്? എങ്ങനെയായിരുന്നു? ഒരു വൃത്തിയുള്ളിടത്ത് നിന്നും മറ്റൊരു വൃത്തിയുള്ള ഇടത്തേക്ക് അല്ലെ? അങ്ങനെയായിരിക്കണം അവരുടെ മൂവ്മെന്റ് വേണ്ടത്. അല്ലാതെ ഒരിക്കലും അൺപ്രൊട്ടക്റ്റഡ് ഏരിയയിലോട്ട് അവരുടെ പാസിംഗ് ഉണ്ടാകാൻ പാടില്ല. നെക്സ്റ്റ് പറയുന്നത് soiled materials and waste have to be eliminated from the operating room without passing through clean areas. ഇനി മൂന്നാമത് എന്താ പറയുന്നത്? soiled material എന്ന് പറഞ്ഞാൽ എന്താ? മുഷിഞ്ഞ അല്ലെങ്കിൽ മലിനമായിട്ടുള്ള വസ്തുക്കള്, വേസ്റ്റുകള് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ സ്വാഭാവികമായിട്ടും സോയിൽഡ് മെറ്റീരിയൽസും വേസ്റ്റും ഒക്കെ ഉണ്ടാവാം അല്ലെ? അതൊക്കെ ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും എലിമിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ അത് എന്തിലൂടെ ആയിരിക്കണം? വിത്തൗട്ട് പാസിംഗ് ത്രൂ ദ ക്ലീൻ ഏരിയ. ഒരിക്കലും അത് ഒഴിവാക്കുന്നത് ക്ലീൻ ഏരിയയിലൂടെ കൊണ്ടുപോയായിരിക്കും. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സിറ്റ് പോയിന്റ് അത് കൊണ്ടുപോകാനായിട്ട് വേറൊരു വഴി നമ്മൾ അവിടെ സജ്ജീകരിച്ചിരിക്കണം. അല്ലാതെ ഒരിക്കലും നമ്മൾ വൃത്തിയായിട്ടിരിക്കുന്ന ഏരിയയിലൂടെ ഈ പറയുന്ന കാര്യങ്ങള് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളൊരു വഴി ഒരുക്കി നൽകരുത്. നെക്സ്റ്റ് പറയുന്നത് ഫോർത്ത് വണ്ണാണ് the operation theatre ventilation should be free of the air movement of the rest of the hospital. ഇനി എന്താ? ആ ഹോസ്പിറ്റലിലെ മറ്റ് ഇടങ്ങളിൽ നിന്ന് വരുന്ന എയർ മൂവ്മെന്റ് ഒരിക്കലും എങ്ങോട്ട് എത്താൻ പാടില്ല? ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് എത്താൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? Hence, the direction of airflow within the operation theatre suite should be from cleaner to less clean areas. ഓപ്പറേഷൻ തിയേറ്ററിലെ വെന്റിലേഷൻ അല്ലെങ്കിൽ എയർ ഫ്ലോ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത്? എങ്ങനെയായിരിക്കണം? പുറത്തു നിന്നുള്ള ഏരിയയിൽ നിന്ന് അകത്തേക്കായിരിക്കണോ? അല്ല അല്ലെ? ക്ലീൻ ആയിട്ടുള്ള വൃത്തിയുള്ള ഇടങ്ങളിൽ നിന്നും വൃത്തിയില്ലാത്ത ഇടത്തേക്ക് എന്ന രീതിയിലായിരിക്കണം അവിടെ ആ ഒരു എയർ ഫ്ലോ വേണ്ടത്. അല്ലാത്ത പക്ഷം എന്താ പറ്റുക? നേരെ തിരിച്ചാണെങ്കിൽ വൃത്തിയില്ലാത്തതിടത്ത് നിന്ന് വൃത്തിയുള്ള ഇടത്തേക്കാണ് ആ ഒരു എയർ ഫ്ലോ വെച്ചിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ക്ലീൻഡ് ആയിട്ടുള്ള ഏരിയാസ് മലിനമാകും അല്ലെ? അതും ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ പുറമേ നിന്നുള്ള എയർ ഒന്നും ഇതിലേക്ക് കയറാതെ മറിച്ച് വൃത്തിയുള്ള ഇടത്ത് നിന്നും പുറത്തേക്ക് അല്ലെ വൃത്തിയില്ലാത്ത ഇടത്തേക്ക് എന്ന രീതിയിലുള്ളൊരു എയർ ഫ്ലോ ആയിരിക്കണം അവിടെ സജ്ജീകരിക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിനെ എത്രയായിട്ട് ആ ഒരു കോൺസെപ്റ്റിനനുസരിച്ച് 4 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സോണാണ് പ്രൊട്ടക്റ്റീവ് സോൺ, രണ്ടാമത്തത് ക്ലീൻ സോൺ, മൂന്നാമത്തത് സ്റ്റെറൈൽ സോൺ ആൻഡ് നാലാമത്തത് ഡിസ്പോസൽ സോൺ. ഈ 4 സോണുകളുടെയും പേരുകൾ പഠിക്കാം കേട്ടോ. ഈ 4 ഓപ്പറേഷൻ തിയേറ്ററിനെ എത്ര സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്? എത്ര സോണുകളായിട്ട് തിരിച്ചിരിക്കുന്നത്? 4 സോണുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് നോക്കാം. ആ 4 സോണുകളുടെയും പേര് പഠിക്കുക കേട്ടോ. ഇനി ആ ഓരോ 4 സോണുകളിലും ഏതൊക്കെ ഏരിയാസ് ആണ് വരുന്നത്? ഈ ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഏരിയാസ് ഏതൊക്കെ സോണുകളിലായിട്ടാണ് ഉൾപ്പെടുന്നത് അതും പഠിക്കണം കേട്ടോ. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ബോക്സ് ആണ് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ഈ ഒരു 5 നമുക്ക് ഒന്നുകൂടി പറഞ്ഞിട്ട് ആ ബോക്സിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കിയേ, ജനറൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞത് ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക് ആണ്. ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള ആളുകളുടെ ഒഴുക്കിനെ നമ്മൾ മാക്സിമം നിയന്ത്രിക്കുക. അപ്പൊ ഒരിക്കലും ആവശ്യമില്ലാത്ത ആളുകളെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടത്തിവിടാൻ പാടില്ല. അപ്പൊ അങ്ങനെ കടത്തി വിട്ടു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റെറിലൈസ്ഡ് ഏരിയ കണ്ടാമിനേറ്റഡ് ആവാനും ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഏജൻസ് അതിലേക്ക് കടത്താനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മാക്സിമം നമുക്ക് സാധിക്കുന്ന രീതിയിൽ അതിനെ നിയന്ത്രിക്കുകയും വളരെ അത്യാവശ്യമുള്ളവരെ മാത്രം കടത്തിവിടുകയും ചെയ്യുക. രണ്ടാമത് പറഞ്ഞത് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലുള്ള സ്പേസ് എല്ലാം എങ്ങനെയായിരിക്കണം അറേഞ്ച് ചെയ്യേണ്ടത്? ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് കൃത്യമായ ഒരു വൃത്തി അല്ലെങ്കിൽ അതിന്റെ ആ വൃത്തിയുടെ ആ ഒരു പുരോഗതി അവിടെ ഉണ്ടായിരിക്കണം. ഒരിക്കലും വൃത്തിഹീനമായ ഇടത്തേക്കല്ല നമ്മൾ പോകേണ്ടത്, വൃത്തിയുള്ളിടത്ത് നിന്നും മറ്റൊരു വൃത്തിയുള്ളിടത്തേക്ക് എന്ന രീതിയിലായിരിക്കണം അവിടെ ആ ഒരു പ്രോഗ്രഷൻ നടക്കേണ്ടത്. നെക്സ്റ്റ് സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞത് അവിടെയുള്ള വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെയും മൂവ്മെന്റ് അങ്ങനെ തന്നെ ആയിരിക്കണം. എപ്പോഴും അവര് പാസ് ചെയ്തു പോവേണ്ടത് ഒരു ക്ലീൻ ഏരിയയിൽ നിന്നും മറ്റൊരു ക്ലീൻഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് ആയിരിക്കണം.
അല്ലാതെ ഒരിക്കലും അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയ, നമ്മളെന്താ സുരക്ഷിതമല്ലാത്ത ഒരു ഏരിയയിലൂടെ അവർ കടന്നു പോകാൻ പാടില്ല. മൂന്നാമത് പറഞ്ഞത് ഓപ്പറേഷൻ തിയേറ്ററിലുള്ള സോയിൽഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മലിനമായിട്ടുള്ളതും അതുപോലെ വേസ്റ്റ് മുതലായ കാര്യങ്ങളൊക്കെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ അതൊരിക്കലും നമ്മുടെ ഈ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വൃത്തിയുള്ള ഏരിയയിലൂടെ കടത്തിവിടാതെ മറ്റൊരു എൻട്രൻസ് അല്ലെങ്കിൽ എക്സിറ്റ് പോയിന്റുകൾ വെച്ച് അതിലൂടെയായിരിക്കണം അത് വിടേണ്ടത്. നാലാമത് പറഞ്ഞത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഒരിക്കലും ഹോസ്പിറ്റലിലെ മറ്റിടങ്ങളിൽ നിന്നുള്ള എയർ ഫ്ലോ ഉണ്ടാവാൻ പാടില്ല. മറിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ എപ്പോഴും ആ ഒരു എയർ ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് എവിടേക്കായിരിക്കണം? ഒരു ക്ലീൻഡ് ഏരിയയിൽ നിന്നും ലെസർ ക്ലീൻഡ് ആയിട്ടുള്ള ഏരിയയിലേക്കായിരിക്കണം. ഇനി എന്താ പറഞ്ഞത്? നമ്മുടെ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിനെ 4 സോണുകളായിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തത് പ്രൊട്ടക്റ്റീവ് സോൺ, രണ്ടാമത്തത് ക്ലീൻ സോൺ, മൂന്നാമത്തത് സ്റ്റെറൈൽ സോൺ, നാലാമത്തത് ഡിസ്പോസൽ സോൺ. ക്ലിയർ ആണോ? 5 പോയിന്റ്സ് ക്ലിയർ ആണോ? അതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ഒരു 4 സോണുകളിലും ഉൾപ്പെടുന്ന ഇടങ്ങളാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ആ ഒരു പേര് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും ചോദിക്കില്ല കേട്ടോ. ഒരു പ്രൊട്ടക്റ്റീവ് സോണിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ക്ലീൻ സോണിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, ജസ്റ്റ് അത് മാത്രം ഒന്ന് നോക്കാം കേട്ടോ. അത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്, കാരണം ഓരോ സോണുകളിലും കുറച്ചധികം ഏരിയാസ് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇൻക്ലൂഡഡ് ആയത് അല്ലാത്തത്, ഇൻക്ലൂഡഡ് ആയത് ഏതെന്ന് ചോദിക്കാം, അല്ലാത്തത് ഏതെന്ന് ചോദിക്കാം കേട്ടോ. അതിന്റെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്ന ഏരിയാസ് ഏതൊക്കെയാന്ന് നോക്കാം. പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്ന ഏരിയാസ് ആണ് റിസപ്ഷൻ ഏരിയ. നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട റിസപ്ഷൻ ഏരിയാസ് വരാം. വെയിറ്റിംഗ് ഏരിയ ഫോർ റിലേറ്റീവ്സ്, അല്ലെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ തരാറില്ലേ? ഓപ്പറേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കാറില്ലേ? ആളുടെ കണ്ടീഷൻ എങ്ങനെയായി എന്നൊക്കെ അറിയാൻ വേണ്ടി ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ കൂടെയുള്ളവരെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ടാവും. ആ ഒരു വെയിറ്റിംഗ് ഏരിയയും റിസപ്ഷൻ ഏരിയ, അതുപോലെ ചേഞ്ചിങ് റൂം, ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമുകൾ ഉണ്ടാവില്ലേ? സർജിക്കൽ സ്റ്റാഫ് മെമ്പേഴ്സിനാവാം, സർജറിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസിനൊക്കെ ചേഞ്ചിങ് റൂമുകൾ ഉണ്ടാവും അല്ലെ? ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ക്രബ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ചേഞ്ചിങ് റൂമുകള്. പ്രീ അനസ്തേഷ്യ, അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുൻപുള്ള റൂം, അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ ഒരു റൂമിൽ നമ്മളെ പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്നു അല്ലെ? ആ ഒരു പ്രീ അനസ്തേഷ്യ റൂം. ദെൻ സ്റ്റോഴ്സ്, റെക്കോർഡൊക്കെ സൂക്ഷിക്കുന്ന സ്റ്റോർ റൂമുകള്. ദെൻ ഓട്ടോക്ലേവ്, കേട്ടിട്ടുണ്ടോ? ഓട്ടോക്ലേവ് CSSC പഠിച്ചോ? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചോ? ഇല്ല, ചാപ്റ്റർ ആയിട്ട് പഠിച്ചില്ലായിരിക്കും. ഡിപ്പാർട്ട്മെന്റ്സിൽ ജസ്റ്റ് തുടങ്ങിയുള്ളൂ. ഡിപ്പാർട്ട്മെന്റ്സിൽ പറഞ്ഞായിരുന്നു, തുടങ്ങിയതേ ഉള്ളൂ അല്ലെ? ഓക്കെ ഓക്കെ, അത് പഠിക്കുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ജസ്റ്റ് മിസ് ഇത് എന്താന്ന് മാത്രം പറഞ്ഞു തരാം കേട്ടോ. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റീം വഴി, സ്റ്റീം സ്റ്റെറിലൈസേഷൻ നടത്തുന്ന ഒരു ഉപകരണമാണ്. സ്റ്റീമാണ്, നീരാവി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ നടത്തുന്നത് കേട്ടോ. മിക്ക ഹോസ്പിറ്റലുകൾക്ക് മിക്ക ഓൾമോസ്റ്റ് നമ്മൾ സ്റ്റെറിലൈസേഷനും ഓട്ടോക്ലേവ് പോലെയുള്ള സ്റ്റീം സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ചാപ്റ്ററിൽ പഠിക്കും കേട്ടോ. നമ്മുടെ ശ്രദ്ധിക്കും ഇവിടെ പറയുന്നില്ലേ. അപ്പൊ അതില് TSSU, എന്താണ് TSSU എന്നൊന്ന് എഴുതി വെച്ചോ കേട്ടോ. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. TSSU എന്താണെന്ന് എഴുതി വെച്ചേ. ചാപ്റ്റർ ആണോ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞേ? CSSU ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തോ, അതോ ജസ്റ്റ് നിങ്ങളുടെ മറ്റേ ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിലാണോ പറഞ്ഞത്? ചാപ്റ്റർ ആണോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ചാപ്റ്റർ. ഓക്കെ, TSSU നോക്കിയേ. തിയേറ്റർ, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞല്ലോ. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്, അത് എഴുതി വെച്ച്. TSSU ചോദിക്കാറുണ്ട് കേട്ടോ, എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്, തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്, തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. എഴുതിയോ? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് എഴുതിയോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഓട്ടോക്ലേവ് TSSU എന്ന് പറയുന്നത്
നിങ്ങൾ പഠിക്കും CSSD-യില് നമ്മൾ CSSD എന്താണെന്ന് മനസ്സിലായല്ലോ. സ്റ്റെറിലൈസേഷൻ നടത്തി നമുക്ക് അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയാണ് അല്ലെ, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ. ഇവിടെ CSSD-യില് ശരിക്കും പല രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതില് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതായത് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആവശ്യമായി വരുന്ന ഒരു ഇടമാണ് അല്ലെ. എപ്പോഴും ഇൻസ്ട്രുമെന്റ്സും ടൂൾസും ഒക്കെ ആവശ്യമായി വരുന്ന, കൂടുതൽ ആവശ്യമായി വരുന്ന ഇടങ്ങളല്ലേ. അപ്പൊ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ വരുന്നത്. ആ സമയത്ത് നമുക്ക് ആ ഒരു യൂണിറ്റിൽ, മെയിൻ യൂണിറ്റിൽ പോയി എടുത്തിട്ട് വരാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ചില യൂണിറ്റുകൾക്ക് വേണ്ടി അവിടെ ഒരു CSSD-യുടെ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? മറ്റുള്ള കോമൺ ആയിട്ടൊരു യൂണിറ്റ് ഉണ്ടാവും. മനസ്സിലായോ? കോമൺ ആയിട്ട് എല്ലാ ഇടങ്ങളിലേക്കും സാധനങ്ങള് സ്റ്റെറിലൈസ് ചെയ്ത് സപ്ലൈ ചെയ്യാനായിട്ട് മെയിൻ ഒരു റൂം അല്ലെങ്കിൽ ഒരു സെന്റർ ആയിട്ട് കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും. അതുകൂടാതെ നമ്മുടെ ഇങ്ങനെയുള്ള ഓപ്പറേഷൻ തിയേറ്റർ, വാർഡ് മുതലായ ഇടങ്ങളിലേക്ക് ഒരു സെപ്പറേറ്റ് ഒരു സിംഗിൾ യൂണിറ്റ് പോലെ ഈ CSSD പ്രവർത്തിക്കുന്നുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? എന്തിനു വേണ്ടിയാണ് നമ്മൾ സിംഗിൾ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്? കാരണം കൂടുതൽ ആവശ്യം വരുന്ന ഇടങ്ങളിൽ നിന്ന് ആവശ്യം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടെ മെയിൻ ഏരിയയിൽ പോയി എടുത്തിട്ട് വരാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാകും അല്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും കാര്യങ്ങളും സ്റ്റെറിലൈസ് ചെയ്ത് ഉടനടി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞ ഒരു മെഷീനാണ്. അത് എന്തുമായിട്ട് ലൊക്കേറ്റ് ചെയ്തതാണ്? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഉപകരണമാണ്. അതവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായ, സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും ടൂൾസും കാര്യങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, സ്റ്റെറിലൈസ് ചെയ്യുന്നു, അത് പാക്ക് ചെയ്യുന്നു, ലേബൽ ചെയ്ത് സജ്ജമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ജസ്റ്റ് അത്രയും മനസ്സിലാക്കാം കേട്ടോ. ബാക്കിയുള്ളത് നമ്മൾ CSSD നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് കൊണ്ടാണ് എക്സ്ട്രാ പറയാതെ കേട്ടോ. ക്ലിയർ ആയോ? എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ട്രോളി ബേ. ഒന്നുകൂടെ പറയണം. ഓട്ടോക്ലേവ് TSSU എന്ന് പറഞ്ഞാല് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട ഒരു സപ്ലൈ യൂണിറ്റ് ആണ്. മനസ്സിലായോ? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട ഒരു CSSD-യുടെ യൂണിറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? CSSD എന്താണെന്ന് മനസ്സിലായോ? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സും ടൂൾസും സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കി നൽകുന്ന ഒരു ഇടമാണ്, ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു CSSD-യുടെ ഒരു യൂണിറ്റ് എന്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്? ഈ ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എപ്പോ വേണമെങ്കിലും പലതരത്തിലുള്ള സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആവശ്യമായി വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു യൂണിറ്റ് ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി ആ തിയേറ്ററുമായി ബന്ധപ്പെട്ട് സ്റ്റെറിലൈസേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ശരിക്കും ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നീരാവി ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ടൈമും ടെമ്പറേച്ചറും ഒക്കെ നിങ്ങൾ അവിടെ ഓൾറെഡി ടൈപ്പൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുന്നത് ആ ഒരു ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. അവിടെ നമ്മുടെ തിയേറ്ററുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ CSSD യൂണിറ്റ് ആണ് ഈ പറയുന്ന TSSU എന്ന് പറയുന്നത്. മനസ്സിലായോ ഗ്രീഷ്മ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ട്രോളി ബേ അല്ലെ. ട്രോളി ബേ, ട്രോളീസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടം ഉണ്ടായിരിക്കും. അതും പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ്. കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റി നിയന്ത്രിക്കുന്ന ഏരിയാസ് ഉണ്ടാവും. കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റിയെ നിയന്ത്രിക്കുന്ന ഏരിയാസ് മുതലായവയൊക്കെ പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ്. ജസ്റ്റ് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്ന ഇടങ്ങൾ ഏതൊക്കെയാ? റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ ഫോർ റിലേറ്റീവ്സ്, ചേഞ്ചിങ് റൂം, pre-anesthesia room, stores records, then autoclave TSSU unit,
then trolley ഇവയുമായി ബന്ധപ്പെട്ട ഏരിയ, കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. ഇത്രയും ഏത് സോണിൽ വരുന്നതാ? പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ്. ഓക്കെ ആണോ? പ്രൊട്ടക്റ്റീവ് സോണിലുള്ളവ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. then സെക്കൻഡ് വൺ ആണ് ക്ലീൻ സോൺ. ക്ലീൻ സോണിൽ വരുന്ന ഏതൊക്കെയാ? പ്രീ ഓപ്പറേറ്റിംഗ് റൂം. ഓപ്പറേഷന് മുൻപ് നമ്മൾ ഒരു പ്രീ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് മാറ്റും അല്ലെ? പ്രീ ഓപ്പറേറ്റിംഗ് റൂം. then റിക്കവറി റൂം. പറയണ്ടല്ലോ, റിക്കവറി റൂം എപ്പോഴാണ്? ഓപ്പറേഷന് മുൻപ് ശേഷമോ നമ്മൾ മാറ്റുന്നത്? ഓപ്പറേഷന് ശേഷം അല്ലെ? റിക്കവറി റൂമിലേക്കാണ് മാറ്റുക. then മൂന്നാമത്തത് പ്ലാസ്റ്റർ റൂം. എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്ററോ കാര്യങ്ങളൊക്കെ ഇടാനാണെങ്കിൽ പ്ലാസ്റ്റർ റൂമുകൾ ഉണ്ടായിരിക്കും. സ്റ്റാഫ് റൂമുകൾ, ഇതൊക്കെ എക്സ്ട്രാ പറയണ്ടല്ലോ, സ്റ്റാഫ് റൂമുകള്. then അനസ്തെറ്റിക് സ്റ്റോർ എന്നാണ് കേട്ടോ അവിടെ. അനസ്തെറ്റിക് എന്നാണ് എന്നുണ്ട് കേട്ടോ. അനസ്തെറ്റിക് സ്റ്റോർ റൂം. അനസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സ്റ്റോർ ചെയ്യുക? അനസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുമ്പോ ആലോചിച്ച് നോക്കി. അനസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുമ്പോ തിങ്ക് ചെയ്യും. അപ്പൊ ഇതിൽ നിന്ന് തന്നെ കിട്ടിയില്ലേ? അനസ്തെറ്റിക് മെഡിസിൻസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? അതെ, അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും അല്ലെ? എക്യുപ്മെന്റ്സ് ആവാം, സാധനങ്ങളാവാം, മരുന്നുകളാവാം, മെഡിസിൻസ് ആവാം അല്ലെ? അപ്പൊ അവിടെ അനസ്തേഷ്യ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി, നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരം സാധനങ്ങളും ഈ ഒരു അനസ്തെറ്റിക് റൂമിലാണ് സൂക്ഷിക്കുന്നത്. അപ്പൊ ആ ഒരു ഏരിയ. എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രോസസർ. നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സ്റേ യൂണിറ്റ് നമ്മുടെ ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ടുണ്ടാവും. കാരണം പെട്ടെന്ന് സർജറി ഒക്കെ നടത്തുന്ന സമയത്ത് ഒരു എക്സ്റേയുടെ ഒക്കെ കാര്യങ്ങൾ നോക്കി വേണം അത് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ കൂടി ആ ഒരു ഓപ്പറേഷൻ റൂമിനോട് അനുബന്ധമായിട്ടുണ്ടാവണം അല്ലെ? അങ്ങനെ ഒരു എക്സ്റേ യൂണിറ്റും നമ്മുടെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ടുണ്ടാവും. ഇതെല്ലാം എന്ത് സോണിൽ വരുന്നതാണ്? ക്ലീൻ സോണിൽ വരുന്നതാണ്. പ്രീ ഓപ്പറേറ്റിംഗ് റൂം, റിക്കവറി റൂം, പ്ലാസ്റ്റർ റൂം, സ്റ്റാഫ് റൂം, അനസ്തെറ്റിക് സ്റ്റോർ റൂം, then എന്താണ്? എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രോസസർ. ഇതെല്ലാം ക്ലീൻ സോണിൽ വരുന്നതാണ്. ക്ലിയർ ആണല്ലോ? രണ്ട് സോണാണ് പറഞ്ഞത്, പ്രൊട്ടക്റ്റീവ് സോണും ക്ലീൻ സോണും കേട്ടോ. രണ്ടും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് ബാക്കി രണ്ടെണ്ണം അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.